ആ നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കരിവന്നൂരിലെ കള്ളപ്പണം, ആ കള്ളപ്പണമാണ് കരിവന്നൂർ ബാങ്കിൽ തുടങ്ങിയിട്ടുള്ള അറിയപ്പെടാത്ത അക്കൗണ്ട് വഴി, രഹസ്യ അക്കൗണ്ട് വഴി CPM കൈയാളിയിരിക്കുന്നത്. CPM അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച 10 കോടി രൂപ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിറ്റേ ദിവസം 1 കോടി, അതിനുശേഷം 9 കോടി. ഈ പണം ആര് കൊടുത്തു, ആരുടെ കയ്യിൽ നിന്ന് കിട്ടി, രഹസ്യ അക്കൗണ്ട് വഴി വന്ന പണത്തിന്റെ ഉറവിടം എന്താണ്? ഇത് ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ടോ CPM-ന്? ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, 2018 ശേഷം അഴീക്കോടൻ മന്ദിരത്തിൽ എത്താത്ത മുഖ്യമന്ത്രി ധൃതി പിടിച്ച് അഴീക്കോടൻ മന്ദിരത്തിൽ വന്ന് രഹസ്യ മീറ്റിംഗ് നടത്തിയതിന്റെ പിന്നിൽ ഈ രഹസ്യ അക്കൗണ്ടുകളിലെ അനധികൃത കള്ളപ്പണ ഇടപാട്, ആ ഇടപാടിനെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രി വന്നു പോയതിനു ശേഷമാണ് പണം വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്പണത്തിന്റെ, ഈ രഹസ്യ അക്കൗണ്ടിന്റെ ഈ മരവിപ്പിക്കലിന് കാരണമായിട്ടുള്ള ഈ അനധികൃത സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണം. തൃശൂർ ജില്ലാ CPM-ന്റെ സെക്രട്ടറിക്ക് പാൻ കാർഡ് പോലുമില്ല. അദ്ദേഹം വാസ്തവത്തിൽ ഒരു ബിനാമി മാത്രമാണ്. യഥാർത്ഥ കള്ളപ്പണ കള്ളൻ. ഭൂമിയിലെ മധ്യരാജാക്കന്മാർ എന്ന് പറയുന്നത് പോലെ ഭൂമിയിലെ കള്ളപ്പണ രാജാവ് AC മൊയ്തീനാണ്. കള്ളപ്പണം AC മൊയ്തീന്റെ മരുമകനും AC മൊയ്തീന്റെ ഏജന്റും, ഈ 2 പേർക്കുമായിട്ട് കള്ളപ്പണം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. 2018 ശേഷം നടന്ന മൊയ്തീന്റെ കുടുംബം നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഭൂമി ഇടപാടുകളിൽ കരിവന്നൂരിലെ കള്ളപ്പണമുണ്ട്, സംശയമൊന്നുമില്ല. കരിവന്നൂരിലെ കള്ളപ്പണത്തിന്റെ വെള്ളാണ്, കരിവന്നൂരിലെ വെള്ളാനയാണ് MK കണ്ണൻ. MK കണ്ണനാണ് സുനിൽകുമാറിന്റെ താക്കോൽ സൂക്ഷിക്കുന്നത്. സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പിലെ താക്കോൽ സൂക്ഷിക്കുന്നത് MK കണ്ണനാണ്. ന്യായമായും സംശയിക്കുന്നു BJP, കരിവന്നൂരിലെ കള്ളപ്പണമാണ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പിലെ കോടിക്കണക്കിന് രൂപ. ഈ താക്കോൽ സ്ഥാനത്ത്, കൺവീനർ എന്ന താക്കോൽ സ്ഥാനത്ത് MK കണ്ണൻ എന്ന കരിവന്നൂരിലെ കള്ളപ്പണ വെള്ളാന നിലനിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സുനിൽകുമാറിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. താക്കോൽ സ്ഥാനത്ത് നിന്ന് ഈ കള്ളപ്പണ രാജാവിനെ, MK കണ്ണനെ, കള്ളപ്പണ വെള്ളാനെ, കരിവന്നൂർ വെള്ളാനെ മാറ്റാൻ സുനിൽകുമാർ തയ്യാറാകുമോ? സുനിൽകുമാർ മറുപടി പറയണം. സുനിൽകുമാർ
ഈ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കുന്ന പണം അനധികൃത അക്കൗണ്ടിലൂടെ വന്ന CPM പിൻവലിച്ച പണമാണ്. അതല്ലെങ്കിൽ CPMന്റെ അനധികൃത അക്കൗണ്ടിനെ കുറിച്ചോ കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടിനെ കുറിച്ചോ സുനിൽകുമാർ മറുപടി പറയണം. കരുവന്നൂർ അടക്കമുള്ള കള്ളപ്പണത്തിന്റെ രഹസ്യ ഇടപാട് നടത്തുവാൻ പ്രാപ്തനായ MK കണ്ണന് കള്ളപ്പണ ഇടപാട്, കള്ളപ്പണം വെള്ളപ്പണമാക്കിയതിന്റെ പാരിതോഷികമാണ് കേരള ബാങ്ക് ചെയർമാൻ സ്ഥാനം. അതുകൊണ്ട് ഏതാണ്ട് 45,000 മെമ്പർമാരുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് 2,000 രൂപ ലഭ്യ കിട്ടുന്ന, ഏതാണ്ട് 9 കോടി രൂപ ഒരു വർഷം കിട്ടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ ഇപ്പോ ഈ പിൻവലിച്ച പണം, ഈ 10 കോടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ വന്നിട്ടില്ല. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPMന് ധാർമ്മികമായ അവകാശമില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു. നിയമപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമപരമായി പരാതി കൊടുക്കും ഭാരതീയ ജനതാ പാർട്ടി. CPMന്റെ ഇന്ന് അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ CPMന്റെ പൊളിറ്റിക്കൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖേന ഞങ്ങൾ നൽകും. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആരൊക്കെ പൈസ തന്നു, ആരുടെയൊക്കെ പൈസ പോയി, ആരുടെയൊക്കെ പൈസ എവിടെ നിന്നൊക്കെ വന്നു എന്ന ബാങ്ക് ട്രാൻസാക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന് മുമ്പാകെ കൊടുക്കാൻ ബാധ്യതയുണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക്. ഇപ്പൊ പിൻവലിച്ചിട്ട് രഹസ്യ അക്കൗണ്ട് വഴി വന്ന ഇപ്പൊ പിൻവലിച്ച തുകയുടെ യാതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. MM വർഗീസ് എന്ന ജില്ലാ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് നിയമപരമല്ലാത്ത യാതൊരു അക്കൗണ്ടുമില്ല, ഞങ്ങൾ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. BJP പറയുന്നു നിങ്ങളല്ല പരിശോധിക്കേണ്ടത്, ഈ കള്ളപ്പണത്തിന്റെ ഈ അനധികൃത അക്കൗണ്ടിനെ കുറിച്ച് CPM അല്ല, ബലാത്സംഗം ഉണ്ടായാലും CPM പരിശോധിക്കും, മാഫിയ പ്രവർത്തനം ഉണ്ടെങ്കിലും CPM പരിശോധിക്കും, കഞ്ചാവ് കേസ് ഉണ്ടെങ്കിലും CPM പരിശോധിക്കണം. ഈ CPM അല്ല, ഈ കള്ളപ്പണ ഇടപാട്, ഈ അനധികൃത അക്കൗണ്ടിലെ പണം, ഈ കള്ളപ്പണത്തെക്കുറിച്ച് പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടി പറയണം. ഇത് പോലീസ് കേസെടുക്കണം, സുമോട്ടോ പോലീസ് കേസെടുക്കണം. CPMന്റെ അനധികൃതമായിട്ടുള്ള ഈ കള്ളപ്പണ ട്രാൻസാക്ഷനെ കുറിച്ചോ പോലീസ് കേസെടുക്കണം. അഴീക്കോടൻ മന്ദിരം കള്ളപ്പണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതൊരു കള്ളപ്പണ മന്ദിരമായി മാറിയിരിക്കുകയാണ്. അത് അഴീക്കോടിന് തന്നെ നാണക്കേടാണ്. മാമക്കുട്ടിയെ പോലെയുള്ള ആളുകൾ വളരെ നിഷ്കളങ്കവും സത്യസന്ധവുമായി കൊണ്ടുപോയ ഈ പ്രസ്ഥാനത്തെ കള്ളപ്പണ കോട്ടയായി, കള്ളപ്പണ രാക്ഷസൻ, കള്ളപ്പണ രാജാവായി ഇതിനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മൊയ്തീനും കൂട്ടരുമാണ്. അതുകൊണ്ട് സുനിൽകുമാറിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ സുനിൽകുമാർ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന കള്ളപ്പണ വെള്ളാനയെ, കരുവന്നൂർ വെള്ളാനയെ മാറ്റാൻ തയ്യാറാവണം. അനധികൃത അക്കൗണ്ടിനെ കുറിച്ച് സുനിൽകുമാർ മറുപടി പറയണം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കണം. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയാണ്, മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ, അറിവോടെയാണ്, നിർദ്ദേശത്തോടെയാണ് ഈ ബാങ്ക് അക്കൗണ്ട് 10 കോടി പിൻവലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം.
ഇത്തരം കാര്യമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമുക്കെന്താ ചോദിക്കാണ്ടേ പറയാം. ഒഫീഷ്യലായിട്ട് തന്നെ പരാതി കൊടുക്കും. വ്യക്തിപരമായും കൊടുക്കാം. കള്ളപ്പണത്തിന്റെ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് CPI ആദ്യം പറയട്ടെ. എന്നിട്ടല്ലേ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുക്കേണ്ട ആളുകൾ കണക്ക് കൊടുക്കാതെ കള്ളപ്പണം വിഡ്രോ ചെയ്ത് രഹസ്യ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്തുന്നതിനെ കുറിച്ചാണ് ചോദ്യം. ആ കാര്യം എന്തായാലും BJPയെ സഹായിക്കും. സ്വാഭാവികമായും കള്ളത്തരം ചെയ്തവൻ കള്ളന്മാര് പിടികൂടുമ്പോൾ അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയാണ് പിടികൂടുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആദ്യം ചെയ്ത തെറ്റ്, ചെയ്ത കള്ളത്തരം, ചെയ്ത കള്ളപ്പണം അതിനെ വിശദമാക്കട്ടെ. ഈ പൈസ ഒക്കെ ആർക്ക് വേണ്ടി വിഡ്രോ ചെയ്തു, ഈ പൈസ ഒക്കെ എവിടുന്ന് വന്നു, ഈ പൈസ ഒക്കെ എവിടേക്ക് പോകുന്നു, ആദ്യം ആ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യട്ടെ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സീതാറാം യെച്ചൂരി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് BJPക്ക് സഹായിച്ചിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ CPMനെയും സഹായിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരി എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സീതാറാം യെച്ചൂരി പറഞ്ഞത് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴിയല്ല, ഞങ്ങൾ നേരിട്ടാണ് മേടിച്ചത്. അവിടെ വളരെ വ്യക്തമാകുന്നു, നേരിട്ട് മേടിക്കുന്നതാണ് കള്ളപ്പണം. ഇലക്ട്രൽ ബോണ്ട് വഴി വരുന്നത് കള്ളപ്പണമല്ല. കാരണം അതിന് KYC ഉണ്ട്, അതിന് നിയമമുണ്ട്, അതിന് ടാക്സ് അടക്കണം. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി തൃശ്ശൂരിലും കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത് കള്ളപ്പണമാണ് എന്ന് സീതാറാം യെച്ചൂരി ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സീതാറാം യെച്ചൂരിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇനി ഞങ്ങൾ വിശുദ്ധ പശുവാണ് എന്ന് പറയാൻ കഴിയില്ല.